Hello all, welcome back to my YouTube channel. ഇവിടെ ഇന്ന് ഭയങ്കര സൺഡേ ആണ്. എനിക്ക് കണ്ണുപോലെ തുറക്കാൻ പറ്റണില്ല. അയ്യോ ഭയങ്കര വെയിൽ. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബാരി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസാണ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 6 hours ഡ്രൈവ്, വെറും 6 മണിക്കൂർ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ ടൊറൻറ്റോ പോവും. അവിടെ നിന്ന് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ ഷോപ്പിംഗ് വ്ളോഗാണ് ആക്ച്വലി ഇത്. ഷോപ്പിംഗ് മാത്രമല്ല, നമ്മളിവിടെ ഇടയ്ക്ക്, അതായത് ഇവർക്ക് ലീവൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചുമ്മാ ടൊറൻറ്റോ വരെ വരും. അപ്പോൾ ടൊറൻറ്റോ വരെ സ്ട്രെയിറ്റ് വരുമ്പോൾ 8 hours ഒക്കെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ 9 hours. അങ്ങനെ സ്ട്രെയിറ്റ് ഞങ്ങൾ അങ്ങനെയാണ് വരാറ്. ഇന്ന് മാത്രമാണ് നമ്മൾ ഒരു ബ്രേക്ക് എടുത്ത് ബാരിയിൽ ഇറങ്ങിയിട്ട് വന്നത്. ഒന്നാമത്തെ ഇന്നലെ അത്രയും ഉറക്കത്തിലൊക്കെ ആയിരുന്നു എല്ലാവരും. സോ നമ്മൾ ബാരിയിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് പോവാണ്. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റു, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ തോതിലൊന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങും. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ തണുപ്പ് മാറി വരുന്നുണ്ട്. ഞങ്ങളുടെ ടിമ്പൻസിൽ ഇപ്പോഴും നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ്. പക്ഷെ ഇങ്ങോട്ട് വരുന്തോറും, സൗത്തിലേക്ക് വരുന്തോറും മഞ്ഞും തണുപ്പൊക്കെ പതിയെ കുറഞ്ഞു വന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നമുക്ക് ഫുൾ ഷോപ്പൊക്കെ ചെയ്ത് അടിച്ച് പൊളിക്കാം. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ കുറേ വ്ളോഗ് എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല. ഒന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. സമയം 10:28. അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ചെറിയ തോതിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. അല്ല, കുറച്ച് ചെയ്തു, എന്നാലും വലിയതാവില്ല. ബിക്കോസ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. ഏഞ്ചൽ സ്റ്റിൽ മേക്കപ്പ് ചെയ്യുന്നു. അവള് എഴുന്നേക്കാൻ തന്നെ ലേറ്റായി. ഹായ് ഡാഡ്. ഹായ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് പുറത്ത് പോവാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ എടുത്തു. അപ്പൊ പിന്നെയും ഒരു ½ hour ലേറ്റായി. മമ്മി എന്ത് ഇവിടെ കാണിക്കണേ? എന്റെ അടുത്തൊന്നും വെക്കണ്ട. സ്ഥലമില്ല മമ്മി. അപ്പൊ അത് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഇപ്പൊ ബാത്ത് ആൻഡ് ബോഡിക്കാണ് നമ്മൾ പോണേ. അവിടെ പോയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ പോണം. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നാട്ടിൽ പോണേ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വലിയ സന്തോഷം. ഞങ്ങൾ നാട്ടിൽ പോണതിന്റെ ഷോപ്പിംഗ് കൂടെയാണ് ഇത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ മമ്മി നേരത്തെ അല്ല കുഴപ്പമില്ല. ഈ വ്ളോഗ് വരുമ്പോ എന്തായാലും നമ്മൾ നാട്ടിലായിരിക്കും. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടിട്ട് കുറെ അത്യാവശ്യം എന്റെ ഫ്രണ്ട്സിനും അങ്ങനെ കുറച്ച് പേർക്കൊക്കെ വായിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മെയിൻലി ഷോപ്പ് ചെയ്യുന്നത്. നമ്മളെക്കാളും കൂടുതൽ നാട്ടിൽ പോകുമ്പോ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നാട്ടിൽ പോകാൻ എക്സൈറ്റഡ് ആണോ? പിന്നെ പക്ഷെ പപ്പയ്ക്ക് എന്തൊരു വിഷമമുള്ള പോലെ. മമ്മീനെ പിരിയണ വിഷമം. ഓക്കെ, നമുക്കിനി അപ്പൊ ബാത്ത് ആൻഡ് ബോഡി പോയിട്ട് എന്തെങ്കിലുമൊക്കെ വായിക്കാം. ഞങ്ങളങ്ങനെ ബാരിയിലുള്ള ഒരു ഷോപ്പിംഗ് സെന്ററിലെത്തി. തൽക്കാലം ഇവിടുന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. എന്താടി? എനിക്ക് ഇവന് ഇഷ്ടമായി. ഇത് ബുദ്ധനല്ലേ പപ്പ? ബുദ്ധനെ വാങ്ങിക്കണോ? ഇത് ബുദ്ധനാണോ? ബുദ്ധന്റെ കോഴിയാ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ടൊറൻറ്റോ പോണേക്കാളും മുന്നേ. എനിക്കറിയില്ല ഇനി സമയമില്ലാത്തതിനും കൂടി കിട്ടുമെന്ന്. അപ്പോൾ ജസ്റ്റ് ഇവിടെ കയറി സെഫോറയിൽ നിന്ന് വാങ്ങിക്കണം. നമുക്ക് പോകേണ്ടത് സെഫോറയിലാണ്. ഫസ്റ്റ് ബാത്ത് ആൻഡ് ബോഡിയാണോ? അത് ബാത്ത് ആൻഡ് ബോഡി. ബാത്ത് ആൻഡ് ബോഡി എവിടെയാ? ഇവിടെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ, അതേ സ്ഥലം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് സെന്ററിലേക്ക്. ഇത് വലിയൊരു ഷോപ്പിംഗ് മോളാണ്. എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഓരോന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ബോഡി ഷോപ്പ്. ബോഡി ഷോപ്പല്ലല്ലോ. ഓക്കെ, ഓരോരുത്തർ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബാത്ത് ആൻഡ് ബോഡിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ പോയി നോക്കാം. എനിക്കിതെല്ലാം കണ്ടിട്ട് കുറേ വാങ്ങിക്കാൻ തോന്നുക. കാരണം ഞങ്ങളുടെ ടിമ്മിൻസിൽ ഇത്രയും വലിയ ഷോപ്പിംഗ് മോളൊന്നും ഇല്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പണ്ട് ലുലു മോളിലൊക്കെ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ബാത്ത് ആൻഡ് ബോഡി പോകാം. ഇതെല്ലാം ബാത്ത് ആൻഡ് ബോഡിയിൽ കുറേ ഐറ്റംസ് ആണ്. ഐറ്റംസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും വാങ്ങിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. മമ്മി ചേർത്ത് പറയുന്നത് നമുക്ക് മുന്നേ ഇഷ്ടമുള്ളതൊക്കെ വേഗം മേടിക്കട്ടെ. ഞാൻ വേണ്ട ഇവിടെ 1000 wishes സോപ്പുണ്ട്. നമ്മളപ്പോൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓരോ ഷോപ്പിംഗ് ബാസ്ക്കറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിലൊന്നും ഇല്ല. പക്ഷെ അവിടെ ഇങ്ങനെ ട്രൈ ചെയ്ത സമയം കളയാൻ മാത്രമേ അവളെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷെ അല്ലാണ്ട് കാര്യമായ കാര്യങ്ങൾക്കൊന്നും അവളെ കൊണ്ട് വരില്ല.
ബാത്തംബോഡിയിൽ നമ്മൾ ആവശ്യത്തിലേറെ കുറച്ചധികം ഷോപ്പ് ചെയ്തു. അപ്പം എന്തൊക്കെ ഷോപ്പ് ചെയ്തു കാണിച്ചേ? വേറെ ബാസ്ക്കറ്റ് കാണിച്ചേ? കുറേ ഉണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഞങ്ങൾ കുറേ ഷോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ബാത്തംബോഡിയിൽ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന സെഫോറൻ. അതിവിടെ ഇത്ര അടുത്തുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. സോ നമുക്കിനി സെഫോറ കയറാം. മോള് പാട്ടില്ലേ? നമ്മൾ സെഫോറയിൽ അതും സെഫോറിൽ കുഞ്ഞ കവറിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ. പക്ഷെ നല്ല പൈസ. ഏഞ്ചൽ ഡേ മോങ്ങുന്നു, ഏഞ്ചൽ ഡേ കരയുന്നു. നമുക്ക് $800 എത്ര കണ്ട $800 ആയത്. അപ്പൊ നാട്ടിൽ എത്ര രൂപ ഉണ്ടാവും? ഒരു 50,000 രൂപ. 50,000 രൂപയൊന്നായിട്ട് പോയാ 800 രൂപ. 50,000 രൂപയുടെ സാധനങ്ങൾ അതൊക്കെ ഉണ്ട്. ഇത് ഈ കുഞ്ഞ കവറിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ. പക്ഷെ അത്രയും വിലയായി. അതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ. പക്ഷെ ഇതിന് അത്ര വിലയായി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് ഷോപ്പ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് അപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു, ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ ഞങ്ങൾ കേരള ഫുഡ്, എപ്പം നമ്മളിവിടെ വന്നാലും കേരള ഫുഡ് തപ്പിപ്പോവും. അപ്പം നമ്മളിന്ന് കേരള കറി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ബൊഫേ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് ബാരിയിൽ നിന്ന് ഒരു 1.5 hours ഉണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ഷോപ്പിംഗ്. നമുക്കറിയില്ല, ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഇനി വയ്യാണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇനിയിപ്പോൾ ഏഞ്ചലിന് പിന്നെ വയ്യായി ആവും. പപ്പയ്ക്കൊന്ന് ഉറങ്ങണം. അപ്പൊ പലർക്കും പലതായിരിക്കും. നമുക്ക് എയർബിഎൻബി പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ കൊണ്ട് ലഗേജ് വെക്കാറുണ്ടല്ലേ? അവിടെ വരെ പോണത് നഷ്ടമായി. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയി ഫുഡ് കഴിക്കും. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഇപ്പൊ ഈ പ്ലേസ് എന്നൊക്കെ പറഞ്ഞെല്ലാം ഇങ്ങനത്തെ ഒരു പ്ലേസ് ആണ്. കുറെ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളും ഒക്കെയാണ്. അത് തളിർത്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട സ്ഥലത്തെത്തി. ഞാൻ നല്ലതായിട്ടൊന്ന് ഉറങ്ങി കുറച്ച്. ഇവർ ഓരോന്ന് പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിച്ചു. ഫ്ലൈറ്റ് പോണു, അത് പോണു, ഇത് പോണു എന്നൊക്കെ പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിച്ചു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്ന് ബൊഫേ ആയിരിക്കും. അപ്പോൾ ബിരിയാണി ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പക്ക് വിശക്കുണ്ടോ? വിശക്കുന്നുണ്ട്. അത്യാവശ്യം വിശപ്പായി. മമ്മയ്ക്കോ? വിശപ്പുണ്ട്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് അത്ര വിശപ്പില്ല. ഏഞ്ചലിന് വിശപ്പില്ലാന്നാ പറയണത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ നമുക്ക് കാണാം ഏഞ്ചല് കഴിക്കുന്നത്. ഇതിന്റെ വിശപ്പില്ലാത്തപ്പോ ഇതില് കഴിക്കുന്നത് നമുക്ക് നോക്കാം. അതെ, അപ്പൊ വിശപ്പുള്ള ഇതിന്റെ നമുക്ക് മനസ്സിലാക്കാം. പപ്പ വരുന്നില്ലേ? ഏഞ്ചൽ വിശക്കണില്ല എന്നല്ലേ പറഞ്ഞ? ഫുള്ള് നല്ല ഫുഡായിരുന്നു. വയറ് നിറഞ്ഞു, തൃപ്തിയായിട്ട്. അടിപൊളി ഫുഡ്, സൂപ്പർ ഫുഡ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഭയങ്കരമായിട്ട് ഓവർ ഫുഡ്. എപ്പോഴും ബൊഫയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് ഫുഡ് കഴിക്കുള്ളൂ. ഏഞ്ചല് വിശപ്പില്ലാത്ത ഏഞ്ചല് എന്തായാലും കഴിച്ചു. മമ്മി അവളൊന്നും കഴിച്ചില്ല. ഒരു 4 പ്ലേറ്റ്. അതിനകത്ത് ഒഴിവാക്കിയത് ചോറ് മാത്രം. ബാക്കിയത്തെ എല്ലാം ബിരിയാണി ആയിക്കോട്ടെ, ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ, നൂഡിൽസ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, ഏഞ്ചലെല്ലാം കഴിച്ചു. ഞാൻ ബിരിയാണി മാത്രം കുറച്ച് കഴിച്ചു. പിന്നെ നമ്മള് ഫലൂഡ ലാസ്റ്റ് കഴിക്കാൻ വയറില്ലാണ്ട് അത് ടേക്ക് ഔട്ട് ആയിട്ട് എടുത്തു പോന്നു. പപ്പയും കുറെ എന്തൊക്കെയോ കഴിച്ചു. എല്ലാവരും എന്റെ വയറൊന്നും കാണിക്കാൻ പറ്റില്ല, അത്രയും വയറ് ഫുള്ളായി. ഇനി പപ്പയ്ക്കൊന്നും ഉറങ്ങണായിരിക്കും അല്ലേ? പപ്പനെ ഉറക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പപ്പയ്ക്ക് ഉറങ്ങാനാണ് താല്പര്യം. പക്ഷെ ആരും സമ്മതിക്കാത്തോണ്ട് പപ്പ ഷോപ്പിങ്ങിന് പോവാ. അപ്പൊ നമുക്ക് ഇനി എല്ലാവർക്കും കൂടി ഷോപ്പിങ്ങിന് പോകാം. നമ്മൾ എവിടേക്ക് അടുത്ത് പോകണ മരിയ? അവിടുത്തെ ഇങ്ങോട്ട് പോണേ പ്ലാൻ ചെയ്തോ? കോസ്കോയിൽ നമ്മൾ അത്യാവശ്യം ബൾക്കായിട്ട് കുറെ സാധനങ്ങൾ എടുക്കാന്ന് വിചാരിക്കും. ഹോൾസെയിൽ ആയിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും എന്ന് വിചാരിക്കണം. നമ്മൾ ഇന്ന് പോയിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണം. ഇവിടെ ഇതല്ലേ മമ്മിക്ക് കണ്ണു കണ്ടൂടെ? ആ ഫ്ലൈറ്റ് ഇങ്ങനെ തൊട്ടടുത്താ നിക്കണേ. ഇവിടെയാണെങ്കിൽ എയർപോർട്ട് അടുത്തായതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് കൂടെ പോണ പോലെ എല്ലാ ഫ്ലൈറ്റ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാലും അത് പോയിട്ടുണ്ടാവും, ഞങ്ങളും പോയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് അങ്ങനെ തന്നെ നിക്കുന്നത് കണ്ടേ. അപ്പൊ ഞാനത് വീഡിയോ എടുത്തു. അമ്മയ്ക്ക് വേണോ? നമ്മളിപ്പോ കോസ്കോയിലെത്തി. പക്ഷെ
എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാർക്കിംഗ് എവിടെയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഫുൾ തിരക്കാണ്. ആര് വണ്ടി എടുത്താലും അപ്പോൾ അവിടെ കയറ്റുന്ന ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയും കയറ്റാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയധികം തിരക്കാണ് കോസ്കോയിൽ. നമുക്ക് എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ അവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് പോവാം. അങ്ങനെ എന്തെന്നല്ലാതെ ഷോപ്പിംഗ് ചെയ്തു, ആർമതിച്ചു. നമുക്ക് കോസ്കോന്ന് വാങ്ങിച്ച കുറേ ഐറ്റംസ് ആണ്. ഇത് ഈ വണ്ടിയുടെ ഉള്ളിൽ കയറ്റാൻ പോലും നമുക്ക് സ്ഥലമില്ല. നമ്മൾ പക്ഷെ കഷ്ടപ്പെട്ട് ഇതിനുള്ള ഓരോന്ന് അടുക്കി വെക്കുക. പാപ്പാ കൊണ്ടുവാ. പിന്നെ ചെറുതായിട്ട് തണുത്ത കാറ്റും ഉണ്ട്. വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റാ. അപ്പൊ നമുക്കെല്ലാം കൂടി പപ്പ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ കാണിച്ചേ. മമ്മിയുടെ സാധനങ്ങൾ എന്താ? മമ്മിക്ക് അതല്ല. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. കുറേ അലഞ്ഞു തിരിഞ്ഞ് കുറേ ഷൂവും എന്തൊക്കെയോ കുറേ. പിന്നെ അവിടെ എല്ലാ ഷോപ്പിലും മ്യൂസിക് ഉള്ളതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ടോമി ഹിൽ ഫിഗറിൽ കയറി, പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ ടീഷർട്ട് എടുത്തു, പിന്നെ നൈക്കിയിൽ കയറി. എല്ലാവർക്കും ഷൂ വാങ്ങിച്ചു. എനിക്ക് വാങ്ങിക്കാൻ വന്നതൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇനി നമ്മൾ എനിക്കുള്ള സാധനം വാങ്ങിക്കാൻ ഇവർക്ക് ഇൻട്രസ്റ്റ് കാണുന്നില്ല. അപ്പോൾ അത് നാളത്തേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിരിക്കും പോവാ, അറിയില്ല. നമുക്ക് നോക്കാം. ഇപ്പൊ നല്ല തണുപ്പുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാറിൽ കയറാനാണ് നോക്കണേ. ഇതാരാ കാറിലോ? അതെന്താന്നറിയോ? ചിലപ്പോ അവര് അയ്യോ. ഞങ്ങളങ്ങനെ പെട്ടെന്ന് മോളിൽ ഇരുന്നപ്പോ ചായയും പരിപ്പടയും കഴിക്കാൻ മമ്മിക്ക് ഭയങ്കര കൊതി. അപ്പം നമുക്ക് ചായ എവിടെ കിട്ടും, പരിപ്പട എവിടെ കിട്ടും എന്ന് പറഞ്ഞ് മമ്മി അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളിവിടെ ഒരു ഇന്ത്യൻ കട കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് നമ്മൾ കുഴിമന്തി ആയിരിക്കും, അല്ല കുഴിമന്തി അല്ല, എന്താ പറയുക, അൽഫാൻ മന്തിയോ സംതിങ് മന്തി ആയിരിക്കും കഴിക്കുക. അപ്പം ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. മതി മതി. അങ്ങനെ ഞങ്ങൾ ഫൈനലി എയർബിഎൻബി എത്തി. ഒത്തിരി ലഗേജൊക്കെ ഇറക്കാണ്ടായിരുന്നു. തണുപ്പത്ത് കുറേ ലഗേജസ് എല്ലാം ഇറക്കി ഇവിടെ വെച്ചു. നാളെ നമുക്ക് ഷൂട്ട് ചെയ്യണം, പിന്നെ പാക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരുന്നു. ഷോപ്പ് ചെയ്ത് മടുത്തു, വയ്യാണ്ടായി തന്നെ പറയാം. പിന്നെ ഷോപ്പിംഗ് ഓൾറെഡി നടന്നൊക്കെ വയ്യാണ്ടാവും. പിന്നെ ഓൾറെഡി നാട്ടിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തീരെ വയ്യാണ്ടായി. പക്ഷെ കുഴപ്പമില്ല, നാളെ നമ്മൾ വീണ്ടും ഉറങ്ങി എഴുന്നേറ്റ് നാളെ എനർജറ്റിക് ആയിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യണം. സോ ഇന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാണ്ട്, അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ വയറേ ഇല്ല. കാരണം അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ ബീഫും മറ്റേ പഴംപൊരിയൊക്കെ കഴിച്ചു, പിന്നെ പപ്സ് കഴിച്ചു, കട്ട്ലേറ്റ് കഴിച്ചു. അതുകൊണ്ട് അത്രയും വയറ് എനിക്കില്ല. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ മറന്നുപോയി. ഫുഡ് വെച്ചപ്പോൾ എല്ലാവരും കഴിച്ചപ്പോൾ അത് മറന്നുപോയി എടുക്കാൻ. അപ്പം ഇനി കുഴിമന്തി അല്ല, അൽഫാം മന്തി സംതിങ് എന്തോ വാങ്ങിച്ചിട്ടുണ്ട്. അതും കുനാഫയൊക്കെ കഴിക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫ്രഷ് ആവാൻ പോലൊക്കെയാണ്. ഇനി ഫ്രഷ് ആയിട്ട് വരാം. ഓരോരുത്തർ ഫ്രഷ് ആവാനൊക്കെ പോയി. അപ്പോൾ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടൊക്കെ. ഇതാണ് ഒരു ബെഡ്, ഞാൻ കാണിച്ചു തരാം. എയർബിഎൻബി ഫുള്ള് ഇങ്ങനെ ഏരിയ. പിന്നെ അവിടെ നിന്ന് കിച്ചണാണ് ഉള്ളത്. മമ്മ ഇവിടെ കിച്ചണിൽ എന്തൊക്കെയോ പരതുന്നുണ്ട്. ഫുൾ അലങ്കോലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കണ്ട. താഴെ കിച്ചൺ ഉണ്ട്. ഇതൊരു റൂം, പിന്നെ ഇത് സെക്കൻഡ് റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു റൂം എന്ന് പറയുന്നത് ഡബിൾ ഡെക്കറാണ്. മുകളിലും താഴെയും കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ബെഡ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുഴിമന്തി അല്ല, അൽഫാം മന്തി അല്ല, മട്ടൻ മന്തി കഴിച്ചു. പക്ഷെ അതും ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. എല്ലാ തവണ ഇവിടെ ഫുഡ് എടുക്കുമ്പം എല്ലാവരും കഴിക്കാനുള്ള തിരക്കില്ല, അത് മറന്നുപോകും. ഞാൻ ഇത്തവണ അത് എടുത്തില്ല. ഞങ്ങൾ കുഴിമന്തി അല്ല, പിന്നെ അൽഫാം മന്തിയും അല്ല, നോർമൽ മന്തി കഴിച്ചു. പിന്നെ കുനാഫ ഉണ്ടായിരുന്നു, കുനാഫയും കഴിച്ചു. വെള്ളമൊക്കെ കുടിച്ച് ഇപ്പം എല്ലാവരും ഉറങ്ങാൻ പോവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. ഇതിപ്പോൾ 2:30 ആവാൻ പോണു. അപ്പോൾ ഇനി പെട്ടെന്ന് നമ്മൾ ഉറങ്ങാൻ പോവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.